ക്യാമ്പിലെ നാടകീയ രംഗങ്ങൾ ഹോട്ട് മൊമെൻറ്റ്സിന് ശേഷം ബാഴ്സലോണ അവർ 2025-26 സീസണിലെ ഫസ്റ്റ് മാച്ച് മയോർക്കയ്ക്കെതിരെ അവരുടെ കഴിഞ്ഞു. ലാലിഗയിലെ ഫസ്റ്റ് മാച്ച് അവരുടെ കഴിഞ്ഞു. 3-0 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ ഈസി ആയിട്ട് വിജയിച്ചു. ഓക്കെ, നമുക്കറിയാം ആ ഒരു ടെർ സ്റ്റേഗൻ്റെ ഇഷ്യൂവും പിന്നെ അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ്, യോഹാൻ ഗാർസിയനൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഇഷ്യൂവും പല റോണിനെയൊന്നും ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ, ആ ഒരു 1:1 റൂളിൻ്റെ ഇഷ്യൂവിൻ്റെ അടിയിലും അവർ ആ ഒരു ടീമിനെ ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഹാൻസി ഫ്ലിക്ക് ആയാലും യോഹാൻ ലപ്പോർട്ട ആയാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ബാഴ്സലോണ ടീമിനെ സമ്മതിച്ച് കൊടുത്തേ പറ്റും. ഓക്കെ, ആ ഒരു കളിയുടെ തൊട്ട് മുമ്പാണെങ്കിലും കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ ഗാർസിയനെയും റാഷ്ഫോർഡിനെയും സൈൻ ചെയ്ത് അവർ രണ്ടുപേരെയും കളിക്ക് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ മാച്ചിൽ മയോർക്കയ്ക്കെതിരെ. ഫസ്റ്റ് മാച്ചായിരുന്നു, എവേ മാച്ചായിരുന്നു. ഈ ഒരു മാച്ചിൻ്റെ ബാഴ്സലോണയുടെ ഒരു ടിപ്പിക്കൽ പെർഫോമൻസ് തന്നെ. ഹാൻസി ഫ്ലിക്ക് എങ്ങനെയാണോ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയെ ഒരു ബാലൻസ്ഡ് ആക്കി കൊണ്ടുവന്നത്, ബാഴ്സലോണ ആക്ച്വലി ആസ് എ ടീം വെൽ ബാലൻസ്ഡ് ടീമാണ് ബാഴ്സലോണ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് റയൽ മാഡ്രിഡ് പോലെയല്ല, പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ അഡാപ്റ്റ് ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഹാൻസി ഫ്ലിക്ക് തന്നെയാണ് കോച്ച്. ലമീൻ യമാൽ അവിടെ തന്നെയുണ്ട്. ആകെ അവർക്ക് ആ ഒരു മെയിൻ പ്ലേയേഴ്സിൽ നിന്നും ആകെ പോയത് ഇനീഗോ മാർട്ടീനസ് മാത്രമായിരുന്നു. ആ ഒരു സ്ഥാനത്തേക്ക് അരാഹോ വന്നു. അരാഹോൻ്റെ കാര്യം കുറച്ച് കൺഫ്യൂഷനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാച്ചിൽ വളരെ കുഴപ്പമില്ല, പക്ഷേ എന്നാലും ഡിഫൻസിൻ്റെ ഇടയിൽ ഒരു റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അരാഹോക്ക് 6.4 ഉള്ളൂ. ഒരു കുറച്ച് മോശം പെർഫോമൻസ് ആണ് കമ്പയറിംഗ് ടു കുബാർസി, ബാൾഡെ, പിന്നെ അതുപോലെ തന്നെ കൂണ്ടെ അല്ല ഫസ്റ്റ് ഇലവനിൽ ഇറങ്ങിയത്. ഗാർസിയ ആയിരുന്നു ആ ഒരു റൈറ്റ് ബാക്കിൽ ഫസ്റ്റ് ഇലവനിലായിട്ട് ഇറങ്ങിയിരുന്നത്. അരാഹുവിനെ ഒരു ചാമ്പ്യൻസ് ലീഗ് പോലത്തെ മത്സരത്തിലും പിന്നെ അതുപോലെ തന്നെ എൽ ക്ലാസിക്കോ പോലത്തെ മത്സരങ്ങളിലൊക്കെ ഈ ഒരു അരാഹുവിനെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ബാക്കിയൊക്കെ സെയിം തന്നെ. മിഡ്ഫീൽഡിൽ ആ ഒരു ഫ്രങ്കി ഡിയോങ് പെഡ്രി കോമ്പിനേഷൻ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫോർമേഷൻ മാറ്റിയിട്ടുണ്ട്. 4-2-3-1 ആയി. ഒരു റൈറ്റ് വിങ്ങിൽ ലമീൻ യമാലും പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ റാഫീനിയും സെൻട്രൽ ഫെർമിൻ ലോപ്പസും സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കിക്ക് പരിക്കായതുകൊണ്ട് തന്നെ ഫെറാൻ ടോറസിനെയാണ് ഇറക്കിയിട്ടുള്ളത്. വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെ ആസ് എ ടീം വെൽ ബാലൻസ്ഡ് ആയിട്ട് തന്നെ കളിച്ചിട്ടുള്ളത്. ലമീൻ യമാലിൻ്റെ വക ഒരു ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. കഴിഞ്ഞ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ലമീൻ യമാലിന് വെൽ ഡിസേർവിംഗ് ആണ്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റിൽ നിന്നും റാഫീനിയ ഒരു നല്ലൊരു ഗോൾ സ്കോർ ചെയ്യുന്നു. ഈ ഒരു സീസണിലെ ബാഴ്സലോണയുടെ ഫസ്റ്റ് ഗോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റാഫീനിയാണ്. റാഫീനിയുടെ ടച്ചോട് കൂടിയാണ് ഗോളുകൾക്ക് ഒരു ആരംഭം വന്നത് ബാഴ്സലോണയുടെ ഈ ഒരു സീസണിലെ ഒഫീഷ്യലി. ഓക്കെ, അപ്പോൾ റാഫീനി ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മയോർക്ക ടീമിന് 2 റെഡ് കാർഡ് കിട്ടി. യോഹാൻ ഗാർസിയക്കും നല്ലൊരു ചവിട്ട് കിട്ടി. അത് ആ ഒരു കളി കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. മയോർക്കയുടെ സ്ട്രൈക്കർ ആ ഒരു ബോൾ എടുക്കാൻ ചെന്നപ്പോൾ യോഹാൻ ഗാർസിയയുടെ തലക്കിട്ടൊരു ചവിട്ടം ചവിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫോട്ടോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. എന്തായാലും യോഹാൻ ഗാർസിയ നല്ല പെർഫോമൻസ് ആണ് ബാഴ്സലോണയിൽ പുറത്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യം ലമീൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്നും റാഫീനിയ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ ലമീൻ യമാലിൻ്റെ ഒരു അറ്റാക്കിൻ്റെ റിസൾട്ടായിട്ട് തന്നെ ഫെറാൻ ടോറസിന് ഒരു ബോൾ കിട്ടുന്നു. അദ്ദേഹം ഒരു ബാങ്കർ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനെ 2-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. പിന്നെയാണ് ഈ ഒരു യോഹാൻ ഗാർസിയൻ്റെ ഇൻസിഡൻറ്റ് വരുന്നത്. 37ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ആ ഒരു ചവിട്ട് കിട്ടി. അവരുടെ സ്ട്രൈക്കർ പോയി. അപ്പോൾ മയോർക്ക കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി. അവരുടെ മെയിൻ സ്ട്രൈക്കർ പോയതെങ്കിലും 10 ആളായി ചുരുങ്ങി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ ലമീൻ യമാലിൻ്റെ അവസാനം ലമീൻ യമാലിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, ഒരു കിട്ടിലൻ ഗോൾ. അദ്ദേഹം സ്ഥിരം അടിക്കുന്ന ആ ഒരു ടൈപ്പ് ഗോൾ തന്നെയാണ് കേട്ടോ. അതായത് അതിൻ്റെ തൊട്ട് മുമ്പ് മയോർക്കയായിട്ട് ഒരു പ്ലെയറുമായിട്ട് ഒരു ചെറിയൊരു വാക്പോരുണ്ടായി ലമീൻ യമാലും പിന്നെ ഈ ഒരു മയോർക്കൻ്റെ പ്ലെയറും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗോൾ വരുന്നത്. അപ്പോൾ ഒരു റിവെഞ്ച് മോഡ് ഗോൾ പോലെ. എന്തായാലും ബാഴ്സലോണ അവരുടെ ആ ഒരു ഹീറ്റർ മൊമെൻറ്റ്സിന് ശേഷം ടെർ സ്റ്റേഗൻ്റെ ആ ഒരു ഇഷ്യൂ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ടെർ സ്റ്റേഗന് സർജറി കഴിഞ്ഞു. അദ്ദേഹത്തിന് 3 മാസത്തെ ലീവായിരുന്നു വേണ്ടത്. പക്ഷേ അത് 4 മാസമാക്കി. മറ്റേ അദ്ദേഹത്തിൻ്റെ ലോങ് ടേം ലീവ് കൊടുത്തു. ലാലിഗയിൽ ലോങ് ടേം ലീവിന് രജിസ്റ്റർ ചെയ്തു ടെർ സ്റ്റേഗൻ്റെ. ആ ഒരു ടെർ സ്റ്റേഗൻ്റെ സാലറിയിലാണ് ഈ ഒരു റാഷ്ഫോർഡിനെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യോഹാൻ ഗാർസിയനെയും രജിസ്റ്റർ ചെയ്തത്. അത് ആദ്യം ടെർ സ്റ്റേഗൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയതൊക്കെ നമുക്കറിയാം. പിന്നെ ടെർ സ്റ്റേഗൻ സമ്മതിച്ചു. ടെർ സ്റ്റേഗൻ തന്നെ ഫസ്റ്റ് ക്യാപ്റ്റൻസി കൊടുത്തു. പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഗാർസിയനെയും പിന്നെ അതുപോലെ തന്നെ റാഷ്ഫോർഡിനെ സൈൻ ചെയ്തു. റാഷ്ഫോർഡിനെ ഇറക്കിയിരുന്നു കേട്ടോ. റാഷ്ഫോർഡിനെ 69ാമത്തെ മിനിറ്റിൽ ഇറക്കിയിരുന്നു. റാഷ്ഫോർഡ് കഴിഞ്ഞ ദിവസം ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. പല സമയത്തും പൊസഷനൊക്കെ ലോസ്റ്റ് ആവുന്നുണ്ട് റാഷ്ഫോർഡിൻ്റെ. പിന്നെ അദ്ദേഹത്തിന് ഒരു ടീമുമായിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും ബാഴ്സലോണ ടീമുമായിട്ട്. എന്തായാലും അടിപൊളിയായിട്ട് വരും. കഴിഞ്ഞ മാച്ചിൽ വളരെ കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടും. ഓക്കെ, ഫെർമിൻ ലോപ്പസിനെ പിൻവലിച്ചു, റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു. പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല റാഷ്ഫോർഡിന്, ടു ബി ഫ്രാങ്ക് പറയാലോ. പക്ഷേ റാഷ്ഫോർഡാണ് അഡാപ്റ്റ് ചെയ്ത് വരുമെന്ന് വിചാരിക്കുന്നു ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ. ഇത്രയൊക്കെയാണ് ബാഴ്സലോണ ടീമിൻ്റെ ഒരു ഫസ്റ്റ് മാച്ചിൻ്റെ. ഇനിയിപ്പോൾ ഇന്ന് ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് ഉണ്ട്. ആ ഒരു മെയിൻ സ്ട്രൈക്കർ ഗക്കാരിയസ് വേഴ്സസ് ബെഞ്ചമിൻ സെസ്കോ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് രാത്രി 9 മണിക്കാണ് അത് കാണണം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.